മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം തീർത്ത് കടലിലൊഴുകുന്ന കണ്ടെയ്നറുകൾ, മത്സ്യത്തൊഴിലാളികളുടെ വലകൾ നശിച്ചതടക്കം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. കൊച്ചി തോപ്പുംപടിയിൽ 15ഓളം ബോട്ടുകൾ മീൻപിടുത്തം നടത്താൻ കഴിയാതെ മടങ്ങിയെത്തിയെന്നുള്ള വിവരമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ പകർത്തിയ കണ്ടെയ്നറുകളുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പണിക്ക് പോയത്. ഐസും പിന്നെ ഡീസലൊക്കെ എല്ലാം ചെറിയ ഒരു 4 രൂപയുടെ ഇത് എടുത്തിട്ടാണ് പണിക്ക് പോയത്. പണിക്ക് പോയപ്പോൾ അവിടെ വല വലിച്ചപ്പോൾ കണ്ടെയ്നറാണ്, കപ്പലിൻ്റെ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൽ ഇടിച്ച് ബോർഡും വലയൊക്കെല്ലാം പോയതാണ്. പിന്നെ കപ്പിയൊക്കെ പിന്നെ ഓയർ റോപ്പൊക്കെ ഇടിച്ച് താഴോട്ടെല്ലാം പോയതാണ്. 3 ലക്ഷം രൂപയുടെ ചിലവ് ഞങ്ങൾക്കുണ്ട്. പണിയെടുക്കാൻ പറ്റാനുള്ള കടൽ ഫുള്ളും കണ്ടെയ്നറാണ്. കണ്ടെയ്നറിൽ ഇടിച്ച് ബോർഡും പോകുന്നു, വലയും പോകുന്നു. ഒരുപാട് നഷ്ടമാണ്. അൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ഡീറ്റെയിൽസ് നൽകും. അൻമരിയ, വിവരങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണ് ഈ കണ്ടെയ്നറുകളിൽ തട്ടിക്കൊണ്ട് ഇവരുടെ വലകൾ ഉൾപ്പെടെ വള്ളങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകുന്ന ഒരു കാഴ്ച. അതുമൂലം ദുരിതം അനുഭവിച്ചുകൊണ്ട് ഈ മീൻ പിടിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവർ തിരികെ ബോട്ടുകളുമായി തിരികെ എത്തുന്ന ഒരു കാഴ്ച. ആ ഒരു ദുരിതമാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പകർത്തിയ തോപ്പുംപടിയിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികൾ പകർത്തിയ കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കൊച്ചി ഫിഷറീസ് ഹാർബറിൽ നിന്ന് പോയത് 10ഓളം വള്ളങ്ങളാണ്. ആ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഈ വലകൾ നശിച്ചുകൊണ്ട് അവർക്ക് മീൻ പിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ പിന്നെ തിരികെ വരികയായിരുന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ വലകൾ നശിക്കുന്നത് മൂലം ഇവർക്കുണ്ടാകുന്നത്. നേരത്തെ മുതൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തോപ്പുംപടിയിലും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മത്സ്യത്തൊഴിലാളികൾ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു കേസ്, ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ടിട്ട് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരു ദുരിതം, അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കടലിൽ പതിക്കുന്ന കണ്ടെയ്നറുകൾ മൂലം അതിൽ തട്ടിക്കൊണ്ട് ഇവരുടെ വലകൾ ഉൾപ്പെടെ നശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും അവർ പരാതിയുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ്. 15ഓളം വള്ളങ്ങളാണ് മീൻ പിടിക്കാൻ സാധിക്കാതെ തിരികെ വരുന്നത്. അതുമൂലം ദുരിതം അനുഭവിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ആ കണ്ടെയ്നറുകൾ ഈ കടലിൽ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങളുമാണ് SKN ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.